ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। से शिव बाबा पधारे, ओम ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। से शिव बाबा पधारे, ओम सोहनी सूरत मोहनी मूरत, ज्ञान के मोती। मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। शिव बाबा पधारे, ओम विश्व में थी पाप की जब घटा छाई, धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ഓം ശാന്തി. മുരളി 28/1/2026. മുരളിയുടെ സാരം: മധുരസന്താനങ്ങളെ, മോസ്റ്റ് ബിലോഡായിട്ടുള്ള ബാബ അവതരിച്ചിരിക്കുന്നത് കുട്ടികളെ വിശുദ്ധ ചക്രവർത്തികളാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കൂ.
ഇന്നത്തെ മുരളിയിലെ മധുരമായിട്ടുള്ള ചോദ്യം: ഭക്തന്മാർ പരമാത്മാവിനെക്കുറിച്ച് പറയുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 2 അഭിപ്രായങ്ങൾ ഏതെല്ലാമാണ്? അല്ലെ, 2 അല്ല, എത്ര വായണ്ട അത്ര അഭിപ്രായമാണ് ഭക്തന്മാർക്ക്. ഇന്ന് മുരളിയിൽ പറയുന്നത് പറഞ്ഞ ഒരു ഭാഗത്ത് അവർ പറയാറുണ്ട് പരമാത്മ അഖണ്ഡ ജ്യോതിയാണെന്ന്, മറുഭാഗത്ത് പറയാറുണ്ട് നാമരൂപവും ഇല്ല, ഈശ്വരന് നാമരൂപമൊന്നുമില്ല എന്ന്. ജ്യോതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓവൽ ഷേപ്പുള്ളൊരു പ്രകാശമല്ലേ കാണുക, അല്ലേ? മറുഭാഗത്ത് രൂപമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ ജ്യോതിക്ക്. അപ്പോൾ ഈ 2 അഭിപ്രായങ്ങളും ഘടകവിരുദ്ധമായിട്ടുള്ളവയാണ്. യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, പതീതമായി ഭഗവാനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്, ബാബ ഇവിടെ വരുമ്പോഴാണ് തന്നെക്കുറിച്ച് യഥാർത്ഥ പരിചയം കുട്ടികൾക്ക് തരുന്നത്. ഇന്നത്തെ മുരളിയിലെ ഗീതം: ഞാൻ ജീവിച്ചാലും മരിച്ചാലും അങ്ങയുടെ മാർഗത്തിൽ തന്നെ. ഓം ശാന്തി. കുട്ടികൾ പാട്ട് കേട്ടല്ലോ. ആരെങ്കിലും മരിക്കുമ്പം പറയും ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്ന് പറയില്ലേ? കനേമേ യഹി ആത്ത ഹെ പറയുമ്പോൾ അങ്ങനെ പറയാറ്, ഭഗവാന്റെ അടുത്ത് പോയി എന്ന്. അച്ഛൻ്റെ പേര് പറയും. കുട്ടി ജനിച്ചാലും ഇന്ന ആൾക്ക് കുട്ടി ജനിച്ചു എന്നാണ് പറയാം. അമ്മയുടെ പേര് പറയാറില്ല. ആശംസകൾ അച്ഛനാണ് കൊടുക്കാറ്. അമ്മ ആശുപത്രിയിലായിരിക്കുമല്ലോ, ഇതിൻ്റെയൊക്കെ ക്ഷീണത്തിലായിരിക്കും. അപ്പോൾ അച്ഛന് ആശംസ കൊടുക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി നമ്മളൊക്കെ ആത്മാക്കളാണ്. അത് ശരീരത്തിൻ്റെ വിഷയമാണ്. ഒരു ദേഹം ത്യജിച്ചിട്ട് വേറെ ദേഹം എടുക്കുകയാണ്, പിന്നെ വീണ്ടും വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി ജന്മം എടുക്കുകയാണ്. നിങ്ങൾ 84 ജന്മങ്ങളിൽ 84 സാകാര അച്ഛൻ്റെ അടുത്ത് ജന്മെടുത്തു. വാസ്തവത്തിൽ എല്ലാവരും നിരാകാരമായിട്ടുള്ള അച്ഛൻ്റെ മക്കളാണ്. ആത്മാ പരംപിത പരമാത്മാവിൻ്റെ മക്കളാണ്. വസിക്കുന്നതും നിർവാണധാമം, ശാന്തിധാമം എന്നൊക്കെ അറിയപ്പെടുന്ന നിരാകാരി ലോകത്തിലാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടുത്തെ നിവാസികളാണ്. ബാബയും അവിടെയാണ് വസിക്കുന്നത്. ഇവിടെ കുട്ടികൾ ലൗകിക അച്ഛൻ്റെ സന്താനമാകാണ്. അപ്പോൾ പിന്നെ ആ അച്ഛനെ മറന്നു പോകുകയാണ്. സത്യത്തിൽ നിങ്ങൾ വളരെ സുഖിയാണ്. അപ്പോഴും പരമാത്മാവിനെ ഓർക്കേണ്ട ആവശ്യമില്ല, പരമാത്മാവിനെ മറന്നു. സുഖത്തിൽ ആ അച്ഛനെ ആരും ഓർക്കാറേ ഇല്ല, ദുഃഖത്തിലാണ് ഓർമ്മ വരുന്നത്. ആത്മാവാണ് ഓർമ്മിക്കുന്നത്. ലൗകിക അച്ഛനെയും ആത്മാവ് തന്നെ ഓർമ്മിക്കുന്നത്. അപ്പോൾ ബുദ്ധി ദേഹധാരിയിലേക്കാണ് പോകുക അച്ഛൻ എന്ന് പറയുമ്പോൾ. ഈ ബാബ ഓർമ്മിക്കുമ്പം നിങ്ങൾ പറയും ബാബ എന്ന്. ബ്രഹ്മം ബാബയും ശിവബാബ എന്താ വിളിക്കുക? ബാബ എന്നല്ലേ വിളിക്കുക. ബ്രഹ്മബാബയ്ക്ക് ഇത്ര വയസ്സായി, വെറുതെ ദേഹമാണ്. എല്ലാവരും ബ്രഹ്മബാബ ബാബ ബാബ എന്ന് വിളിക്കുമ്പം ബാബ, പക്ഷേ ശിവബാബ എന്താ വിളിക്കുക? ബാബ എന്ന് തന്നെ വിളിക്കുക. 2 പേരും ബാബയാണ്. യഥാർത്ഥമായിട്ടുള്ള വാക്ക് ബാബ എന്ന് തന്നെയാണ്. ഇതും അച്ഛനാണ്, ഏതാ? ബ്രഹ്മബാബ. അതും അച്ഛനാണ്, ശിവബാബ. ആത്മാ തൻ്റെ ആത്മീയ അച്ഛനെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ബുദ്ധി അങ്ങോട്ട് പോകുകയാണ്. ഇതൊക്കെ ബാബ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി ബാബ അവതരിച്ചിരിക്കുകയാണ്, നമ്മളെ തനിക്ക് സ്വന്തമാക്കി. ബാബയുടെ കുട്ടികളെ ആദ്യം നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്കാണ് അയച്ചിരുന്നത്. അന്ന് നിങ്ങൾ വളരെ വളരെ ധനവാന്മാരായിരുന്നു. പിന്നെ 84 ജന്മങ്ങൾ എടുത്തിട്ട് ഡ്രാമ അനുസരിച്ചിട്ട് ഇപ്പം ദുഃഖിതരായി. ഡ്രാമ അനുസരിച്ചിട്ട് ഈ പഴയ ലോകം നശിക്കണം. ആത്മാവും ദേഹവും 2ഉം സദോ പ്രധാനമായിരുന്നു. ഗോൾഡൻ ഏജിൽ നിന്ന് പിന്നെ സിൽവർ ഏജിലേക്ക് ആത്മാവ് വന്നു. അപ്പോൾ ദേഹമോ ആത്മാ സിൽവർ പോലെ ആയപ്പം ദേഹം അതുപോലെയായി. പിന്നെ കോപ്പർ ഏജിൽ അങ്ങനെ. ഇപ്പോൾ ആത്മാവ് പൂർണ്ണമായിട്ടും പതീതമായി, ദേഹവും പതീതമാണ്. 14 ക്യാരറ്റ് സ്വർണ്ണം ഉണ്ടല്ലോ, ആർക്കും ഇഷ്ടമല്ല. കറുത്തു പോകും ചെയ്യും, പിച്ചളൊക്കെ കറക്കണ പോലെ. അങ്ങനെ കറുത്തില്ലെങ്കിലും കറുക്കും. ഇപ്പം ആത്മദേഹം 2ഉം കറുത്തതായി മാറി. പിന്നെ എങ്ങനെയാ പവിത്രമാകുക? ആത്മ പവിത്രമായാൽ പവിത്രമായ ശരീരവും കിട്ടും. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? ഗംഗാസ്നാനത്തിലൂടെ പറ്റുമോ? ഹേ പതിത പാവന എന്ന ആത്മാവാണ് വിളിക്കുന്നുണ്ട് ഈശ്വരനെ. അപ്പോൾ ബുദ്ധി പാരലൗകിക അച്ഛനിലേക്കാണ് തിരിയാറ്. ഹേ ബാബ, വടക്കേതിലെ ദൈവത്തിന് എല്ലാവരും ബാബ എന്നാണ് വിളിക്കുക. ഗണപതിയും കാർത്തികേയനെയും ദേവിമാരെയും ഒക്കെ ബാബ ബാബ എന്നാണ് വിളിക്കുക. രാമനെയും കൃഷ്ണനെയും ഒക്കെ. നോക്കിയേ, ബാബ എന്ന വാക്ക് എത്ര മധുരമാണ്.
ഭാരതത്തിലാണ് ബാബ ബാബ എന്ന് വിളിക്കുന്ന സംസ്കാരമുള്ളത്. നിങ്ങളിപ്പോൾ ആത്മാഭിമാനിയായിട്ട് ബാബയ്ക്ക് സ്വന്തമായി, അവരൊക്കെ ദേഹാഭിമാനത്തിലാണ് ബാബ എന്ന് വിളിക്കുന്നത് ദൈവത്തിനെയും. നിങ്ങളങ്ങനെയല്ല, ആത്മാഭിമാനിയായിട്ട് ബാബ എന്ന് വിളിച്ചിട്ട് ബാബയ്ക്ക് സ്വന്തമായി. ബാബയുടെ മക്കളെ, ഞാൻ നിങ്ങളെ സ്വർഗത്തിലാണ് അയച്ചിരുന്നത്. അന്ന് നിങ്ങൾ പുതിയ ദേഹം ധാരണ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തായി തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ കുട്ടികൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ബാബയെ ഓർമ്മിക്കണം. യാദ് ബി കർത്തേ ഹേ നാ, ഹേ ബാബ ഹം ആത്മായെ പതിത് ബൻ ഗേ. ഭക്തന്മാർ ഓർമ്മിക്കുന്നുണ്ട്, ഹേ ഭഗവൻ, ആത്മാക്കളെ ഞങ്ങളൊക്കെ പതിതമായി, ഇവിടെ ഒന്ന് ഞങ്ങളെ പാവനമാക്കിയാലും. ഡ്രാമയിൽ ഇങ്ങനെ പാട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഡ്രാമ പ്ലാൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. എപ്പോഴാണോ പുതിയ ലോകത്തിനെ, പഴയ ലോകത്തിനെ പുതിയതാക്കേണ്ടത്, തീർച്ചയായിട്ടും സംഗമ യുഗത്തിലാണ്. അപ്പോഴാണ് ഭഗവാൻ വരുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് നിശ്ചയമുണ്ട് ബിലോഡ് മോസ്റ്റ് ആണ് ബാബ എന്ന്. സ്വീറ്റർ എന്ന് മധുരത്തിന് 3 സ്റ്റേജസ് കാണിക്കും. സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. ഇപ്പോൾ സ്വീറ്റ് ആരാണ്? ലൗകിക സംബന്ധത്തിലും ആദ്യം അച്ഛൻ ജന്മം തരുന്നു, പിന്നെ ടീച്ചറും നല്ലതാണ്, പഠിപ്പിക്കുന്നുണ്ടല്ലോ. നോളജ് ഈസ് സോഴ്സ് ഓഫ് ഇൻകം എന്നാ പറയാറ്. ജ്ഞാനം നോളേജാണ്, ഓർമ്മ മെഡിറ്റേഷനാണ്. അതുകൊണ്ട് പരിധിയില്ലാത്ത അച്ഛൻ, ആ അച്ഛൻ നിങ്ങളുടെ സ്വർഗത്തിന് യജമാനാക്കിയിട്ടുണ്ടായിരുന്നു. ആ അച്ഛനെ കുട്ടികൾ മറന്നു. ശിവബാബ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് വന്നത്? ബ്രഹ്മബാബയുടെ ദേഹത്തിൽ. അതാർക്കും അറിഞ്ഞുകൂടാ. ചിത്രങ്ങൾ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിലൂടെ സ്ഥാപന ശിവബാബയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ എങ്ങനെ രാജയോഗം പഠിപ്പിക്കും? രാജയോഗം പഠിപ്പിക്കുന്നത് സംഗമയുഗത്തിലാണ്. ശ്രീകൃഷ്ണനുള്ള സത്യയുഗത്തിലും. जो जरूर संगम पर बाप ने ही सिखाया होगा. സംഗമയുഗത്തിൽ ബാബയാണ് പഠിപ്പിക്കുന്നത്. സത്യയുഗം സ്ഥാപിക്കുന്നത് ബാബയാണ്. ശിവബാബ ഈ ബ്രഹ്മ ബാബയിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ശിവബാബ തന്നെയാണ്. അവർ ത്രിമൂർത്തി ബ്രഹ്മ എന്ന് പറയാറുണ്ട്. അല്ലെ, ബ്രഹ്മാവിൻ്റെ അച്ഛനാണ് ശിവബാബ. അല്ലാണ്ട് ത്രിമൂർത്തികളെ ബ്രഹ്മാവാണ് രചിക്കുന്നത്. ഉയർന്നതിനെക്കാട്ടിൽ ഉയർന്നത് ശിവബാബയാണ്. ബ്രഹ്മബാബ സാകാരിയാണ്, ശിവബാബ നിരാകാരിയാണ്. സൃഷ്ടി ഇവിടെയുള്ളൂ. സൂക്ഷ്മലോകത്തിൽ പഞ്ചഭൂതങ്ങളും ഇല്ല, അല്ലല്ലോ, സൃഷ്ടിയില്ലല്ലോ, ഇവിടെയുള്ളത്. ഈ സൃഷ്ടിയിലാണ് ചക്രം നടക്കുന്നത്, കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മോദനത്തിൽ സൃഷ്ടിചക്രമൊന്നുമില്ല അവിടെ. വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, അത് മാനവ സംസ്കൃതിയുടെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മോദനത്തിൽ ഈ സൃഷ്ടിചക്രത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. വേൾഡിൻ്റെ ചരിത്ര ഭൂമിശാസ്ത്രം ആവർത്തിക്കപ്പെടുന്നു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയമാണ് സത്യയുഗം, ത്രേതായുഗം. ആ രണ്ടിനും ഇടയ്ക്കും തീർച്ചയായിട്ടും സംഗമയുഗമുണ്ട്. പിന്നെ സംഗമയുഗത്തിൽ ബാബ അവതരിക്കുന്നില്ല. അല്ലെങ്കിൽ കലിയുഗത്ത് ആരാ സംഗമയുഗമാക്കുക? നരകവാസികളെ സ്വർഗവാസിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബാബ സംഗമയുഗത്തിൽ അവതരിക്കുകയാണ്. ഇത് ഹയസ്റ്റ് അതോറിറ്റിയാണ്, ഗോഡ് ഫാദർലി ഗവൺമെൻറ്റാണ്. അതിൻ്റെ കൂടെ ധർമ്മരാജനുണ്ട്. ആത്മാ പറയാണ്, ഞാൻ നിർഗുണനാണ്, തോറ്റുപോയി, എന്നിൽ ഒരു ഗുണങ്ങളുമില്ല. ചിലർ ദേവതകളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പറയും ഇങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ശിവബാബയോടെ എങ്ങനെ പറയേണ്ടത്? അത് വിട്ടിട്ട് സഹോദരന്മാരുടെ അടുത്ത് പോയി പറയും, അച്ഛനോട് പറയാണ്ട്. ഈ ദേവതകൾ സഹോദരന്മാരല്ലേ? സഹോദരന്മാരുടെ അടുത്ത് ആർക്കും ഒന്നും കിട്ടില്ല. സഹോദരന്മാരെ പൂജിച്ച് നിങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ബാബ അവതരിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് സ്വർഗം ആസ്തിയായിട്ട് കിട്ടുകയാണ്. ബാബയെ തന്നെ അറിഞ്ഞുകൂടാ. സർവ്വവ്യാപി, അറിയില്ല എന്നും അറിയില്ല, സർവ്വവ്യാപി എന്നാണ് പറയുന്നത്. ചിലർ പറയണ അഖണ്ഡ ജ്യോതിയാണെന്ന്, ചിലർ പറയണ ഭഗവാന് പേരും രൂപമൊന്നുമില്ല എന്ന്. അഖണ്ഡ ജ്യോതി സ്വരൂപമാണെങ്കിൽ പേരുമില്ല, ജ്യോതി ആണല്ലോ, അല്ല, രൂപമുണ്ടല്ലോ, പേരുണ്ടല്ലോ ജ്യോതി എന്ന്.
അതെങ്ങനെ പേരും രൂപമില്ലെന്ന് പറയാൻ പറ്റും? അച്ഛൻ അറിയാത്തത് കൊണ്ടാണ് പതീതമായത്. തീർച്ചയായിട്ടും തമോ പ്രധാനമായേ പറ്റൂ. പിന്നെ ബാബ എപ്പോൾ വരും? അപ്പോൾ ഇവിടെ വന്നിട്ട് സദോ പ്രധാനമാക്കുകയാണ്. ആത്മാക്കൾ നിരാകാരി ലോകത്തിൽ ബാബയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് സദോ, രജോ, തമോ എന്നീ പാട്ടുകളിൽ ഒക്കെ അഭിനയിക്കുകയാണ്. ആത്മാവാണ് അച്ഛനെ ഓർമ്മിക്കുന്നത്. ബാബ ഇവിടെ വരുന്നുമുണ്ട്. പറയണ മക്കളെ, ഞാൻ ബ്രഹ്മാവിൻ്റെ ദേഹത്തെ ആധാരമാക്കുകയാണ്. ഇത് ഭാഗ്യശാലി രഥമാണ്. രഥം ഇല്ലെങ്കിൽ എങ്ങനെ ഭഗവാൻ സംസാരിക്കും? അല്ലേ? രഥം വേണ്ടേ? ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരണേ. കുട്ടികളെ, ഇപ്പം നിങ്ങളിൽ ജ്ഞാനം മഴ ഞാൻ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം എന്താണ് നിങ്ങൾക്ക് തരുന്നത്? പതിതമായിട്ടുള്ള ലോകത്തെ പാവനമാക്കുന്നു. ഗംഗ, യമുന, സത്യയുഗത്തിലുണ്ട് ഇതെല്ലാം. ശ്രീകൃഷ്ണനും രാധയും ഗോപഗോപിമാരൊക്കെ യമുനാ നദി തീരത്ത് രാസ് കളിച്ചു എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. രാജകുമാരൻ വളരെ നന്നായിട്ട് അവിടെ സംരക്ഷിക്കുന്നത്. എന്നുവെച്ചാൽ പുഷ്പം പോലെയല്ലേ ഉള്ളത്, പവിത്രമല്ലേ, എത്ര മനോഹരമാണ്. ആ പുഷ്പത്തിൽ എല്ലാവരും അത് എടുത്തിട്ട് സുഗന്ധം എടുക്കാറില്ലേ? മുള്ളിനെ ആരെങ്കിലും മണപ്പിച്ച് നോക്കാറുണ്ടോ? ഇത് മുൾക്കാടാണ്. ഇപ്പം മുൾക്കാടിനെ ബാബ വന്നിട്ട് ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ് ആക്കുകയാണ്, ഈശ്വരൻ്റെ പൂന്തോട്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ പേര്, എന്താ പേര് ശിവബാബയ്ക്ക്? ബ്രഹ്മബാബ ഡെയിലി ആ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ബാബുൽനാഥ് എന്നാ പേര്. നല്ല വിഷമുള്ള മുള്ളത്, കുത്തിയ സെപ്റ്റിക്കാകും, നല്ല ആഴത്തിൽ കുത്തി കയറുകയും ചെയ്യും, ഭയങ്കര വേദനയായിരിക്കും. അതാണ് ബാബുൽനാഥ്. അങ്ങനെയായി മനുഷ്യൻ കലിയുഗത്തിൽ. അവരെയാണ് ബാബ പൂ പോലെ ആക്കുന്നത്. പുഷ്പത്തെ ഭഗവാൻ പൂവാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് മഹിമ പാടുന്നത്, മുള്ളിനെ പുഷ്പമാക്കുന്ന പ്രഭോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ബാബയുടെ എത്ര സ്നേഹം ഉണ്ടാവേണ്ടതല്ല, അങ്ങനെയുള്ള നമ്മളിങ്ങനെയാക്കി എത്ര സ്നേഹം ഉണ്ടാവണം. ആ ലൗകിക അച്ഛൻ കുട്ടികളെ വികാരത്തിലേക്ക് തള്ളിവിടുകയാണ്, കാമവികാരത്തിലേക്ക്. ഈ അച്ഛൻ 21 ജന്മങ്ങളിലേക്ക് നിങ്ങളെ അഴുക്ക് ജാലിൽ നിന്ന് പൊക്കിയെടുത്ത് വൃത്തിയാക്കി അലങ്കരിക്കുകയാണ്, പൂജിക്കത്തക്കവരാക്കുകയാണ്. ആ അച്ഛൻ നിങ്ങളെ പതീതമാക്കുകയാണ്. तब तो लौकिक बाप तो होते भी पारलौकिक बाप को आत्मा याद करती है. അതുകൊണ്ടാണ് ലൗകിക അച്ഛൻ ഉണ്ടായിട്ട് പോലും ആത്മാവ് പരലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി, അരകൽപ്പം നമ്മൾ ബാബ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബ തീർച്ചയായിട്ടും ഇവിടെ വരുന്നുണ്ട്. ശിവജയന്തി ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി, നമ്മളിപ്പോൾ പരിധിയില്ലാത്ത അച്ഛന് സ്വന്തമായി. ഇപ്പോൾ നമ്മളുടെ സംബന്ധം ആ ലൗകിക അച്ഛനുമായിട്ടല്ല, പരലൗകിക അച്ഛനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പോഴാണ് ആത്മാവ് പാവനമാകുന്നത്. ആത്മാവിനിപ്പോൾ മനസ്സിലായി, നമ്മുടെ ലൗകിക അച്ഛനുണ്ട്, ദേഹത്തിൻ്റെ അച്ഛൻ, ഇത് പരലൗകിക അച്ഛനാണ്. ഭക്തി മാർഗത്തിലും ആത്മാവിനറിയാം ആത്മാവിൻ്റെ അച്ഛൻ പരലൗകിക അച്ഛനാണ് എന്ന്. അതുകൊണ്ടല്ലേ ഹേ ഭഗവാൻ, ഓ ഗോഡ് ഫാദർ എന്നൊക്കെ വിളിക്കുന്നത്. അനശ്വരമായിട്ടുള്ള അച്ഛനെ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ബാബ ഇവിടെ വന്നിട്ട് ഹെവൻ സ്ഥാപിക്കുകയാണ്. ഇതും ആർക്കും അറിഞ്ഞൂടാ. ശാസ്ത്രങ്ങളിൽ യുഗേ യുഗേ എന്ന് എഴുതിയിരിക്കുന്നത്. യുഗങ്ങളുടെ ആയുസ്സാണെങ്കിലും വളരെ വലുതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും ആരുടെയും ബുദ്ധിയിലില്ല. ബാബ വരുന്നത് തന്നെ ആത്മപതീതമാകുമ്പം പാവനമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംഗമത്തിലല്ലേ അവതരിക്കുക. കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം എന്ന് എഴുതി. മാനവൻ ഘോരമായിട്ടുള്ള അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ തട്ടും മുട്ടും ഇടിക്കുകയും അന്വേഷിക്കുകയും അലയും ഒക്കെയാണല്ലോ ബാബയെ കിട്ടാൻ വേണ്ടിയിട്ട്. ഭക്തന്മാർ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭക്തി ചെയ്യുന്നത്, എന്നിട്ട് കിട്ടുന്നില്ല. ഭക്തിയിൽ തന്നെ പറയുന്നുണ്ട്, ജപം, തപം, തീർത്ഥാടനം, ക്ഷേത്രാടനം, വേദശാസ്ത്ര, ഇതിഹാസ, പുരാണങ്ങൾ, യജ്ഞങ്ങൾ, ഇതിൽ കൂടിയൊന്നും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന്. ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തത് നിങ്ങളാണ്. അപ്പം നിങ്ങൾക്കാണ് ആദ്യം എന്നെ കിട്ടുന്നത്. ബാബ കണക്കും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങളാണ് ആദ്യം ഭക്തി ആരംഭിച്ചത് എന്ന്. അല്ല, ആരാരംഭിച്ചത്, എപ്പോഴാരംഭിച്ചത് അതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാണ് അതുകൊണ്ട് ആദ്യം ഭഗവാനിലൂടെ ജ്ഞാനം ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ പുതിയ ലോകത്തിൽ പോയിട്ട് രാജ്യം ഭരിക്കും ഇതിൻ്റെ ഫലമായിട്ട്.
പരിധിയില്ലാത്ത അച്ഛൻ കുട്ടികൾക്ക് ജ്ഞാനം തരികയാണ്. ഇവിടെ കഷ്ടപ്പാടിൻ്റെ വിഷയമൊന്നുമില്ല. ബാബ പറയുന്ന, കുട്ടികളെ, അരകൽപ്പം നിങ്ങൾ എന്നെ ഓർമ്മിച്ചു. സുഖമുള്ള സമയത്ത് ആരും എന്നെ ഓർക്കുന്നേ ഇല്ല. ഏതത് അരകൽപ്പം ഓർമ്മിച്ച്? സുഖത്തിൻ്റെ സമയത്തല്ല, അന്തിമ സമയത്ത് എപ്പോഴാണോ വളരെയധികം ദുഃഖിതരാകുന്നത്, അപ്പോൾ ഞാനിവിടെ അവതരിച്ചിട്ട് നിങ്ങളെ സുഖിയാക്കുകയാണ്. കുട്ടികൾ, നിങ്ങളിപ്പം ഏറ്റവും വലിയവരായി മാറുകയാണ് അല്ലെ? ഒരു മാനവൻ അല്ലെ ഏറ്റവും വലുതാകാൻ പറ്റുന്നത് ശ്രീനാരായണൻ. അതാണ്, അങ്ങനെ ആവുകയാണ് നിങ്ങൾ. നോക്കിയ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, അവരൊക്കെ താമസിക്കുന്ന സ്ഥലവും എത്ര വലുതാണ്. അവിടുത്തെ പശുവൊക്കെ അതുപോലെയാണ്. അവിടുത്തെ ഫർണിച്ചറും അലങ്കാരങ്ങളും സജ്ജീകരണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ നോക്കിയ ദേവതകളാകുന്നത് എത്ര വലിയ ആൾക്കാരാ. ദിവ്യ ഗുണങ്ങളുള്ളവരാണ് ദേവതകൾ, സ്വർഗത്തിന് യജമാനന്മാരാകുന്നത്. അവിടെ നിങ്ങൾക്ക് വജ്രങ്ങൾ പതിച്ച സ്വർണം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളാണ് താമസിക്കാൻ കിട്ടുന്നത്. അവിടെ നിങ്ങളുടെ ഫർണിച്ചറൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കി രത്നങ്ങൾ പതിച്ചവയാണ്, ഫസ്റ്റ് ക്ലാസ് ആണ്. ഇവിടെ ഊഞ്ഞാൽ പോലും ഭിഷക്കാരുടേത് പോലത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ല. നമ്മളിപ്പോൾ സംഗമയുഗത്തിൽ എല്ലാവരും ഏറ്റവും എക്കണോമി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അവിടെ എല്ലാം ഫസ്റ്റ് ക്ലാസ് ആണ്. രത്നങ്ങൾ പതിച്ച സ്വർണം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് എല്ലാം. മക്കൾ, ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. ശിവനെയാണ് രുദ്രൻ എന്നും പറയുന്നത്. ഭക്തി പൂർത്തിയാകുമ്പം ഭഗവാൻ രുദ്രയജ്ഞം രചിക്കുകയാണ്. സത്യയുഗത്തിൽ യജ്ഞമില്ല, ഭക്തിയില്ല. ഇപ്പോഴാണ് ബാബ ഈ അവിനാശി രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ദ്വാപരികം തൊട്ടിട്ട് പാടി പുകഴ്ത്താറുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ഭക്തിയും സദാകാലത്തേക്കൊന്നുമില്ല. ഭക്തി ജ്ഞാനം. ഭക്തി രാത്രിയാണ്, ജ്ഞാനം പകലാണ്. ബാബയോട് വന്നിട്ട് രാത്രിയെ പകലാക്കുകയാണ്. കൂടുതൽ നിങ്ങൾക്ക് ബാബയോട് എത്ര സ്നേഹം ഉണ്ടാവണം. ബാബ എന്നെ വിശ്വത്തിന് ചക്രവർത്തിയാക്കുകയാണ്. ബാബ എനിക്ക് മോസ്റ്റ് ബിലൗഡാണ്. ബാബയേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല, ഉണ്ടാകാൻ പാടില്ല. അരകൽപ്പം ആ ബാബയെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബയോട് വന്നിട്ട് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ഹരിച്ചു, ഇല്ലാണ്ടാക്കി. ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുകയാണ്. മനസ്സിലാക്കി തരണേ കുട്ടികളെ. ഗൃഹസ്ഥത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ജീവിക്കേണ്ടത്. എല്ലാവരും ഇവിടെ ഒന്ന് സറണ്ടറായ എത്ര പേരെ സറണ്ടർ ആക്കാൻ പറ്റും? ബാബയോടൊപ്പം പരന്താമത്തിലും എപ്പോഴിരിക്കാൻ പറ്റുമോ? ഇവിടെ റോൾ അഭിനയിക്കാൻ വരണ്ടേ? സെൻട്രലിൽ മധുവനിലാണെങ്കിൽ എല്ലാവരും ഒന്നും വന്ന് സമർപ്പണമാകാൻ പറ്റില്ല. പിന്നെ ടീച്ചർ ചോദ്യം എങ്ങനെ ചോദിക്കുക? ഒരുപാട് പേരുണ്ടെങ്കിൽ ആരുടെ വെച്ചാൽ ചോദിക്കുക. ലൗഡ് സ്പീക്കറിൽ പറഞ്ഞാൽ പോലും അവിടെ എത്തില്ല. അതുകൊണ്ട് കുറച്ച് പേരെ വിളിച്ചിട്ട്, അല്ലെ മധുബനിലാണെങ്കിലും 25,000-30,000 പേരുടെ ഗ്രൂപ്പല്ലേ വിളിക്കുന്നത്, എന്നിട്ട് പഠിപ്പിക്കുന്നത്. നിരവധി കോളേജുണ്ട്, എല്ലാവരുടെയും പരീക്ഷകളൊക്കെ ഉണ്ട്, എന്നിട്ട് കുട്ടികളുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇവിടെ ഒരച്ഛൻ തന്നെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവണം, ദുഃഖത്തിലാണ് എല്ലാവരും ഭഗവാനെ ഓർമ്മിക്കാൻ തുടങ്ങിയത്, പരലൗകിക അച്ഛനെ. ഇപ്പം ആ അച്ഛൻ ഇവിടെ വന്നിരിക്കുകയാണ്. മഹാഭാരത യുദ്ധവും തയ്യാറായി നിൽക്കുകയാണ്, റെഡിയായിട്ട് നിൽക്കുകയാണ്, കൺമുമ്പിലുണ്ട്. വ സമസ്ത ഹേ മഹാഭാരത് ലഡായിമേ കൃഷ്ണ ആയ. അവർ വിചാരിക്കുകയാണ് മഹാഭാരത യുദ്ധം നയിച്ചത് കൃഷ്ണനാണ് എന്ന്. അതെങ്ങനെ? ശ്രീകൃഷ്ണന്റെ സമയത്ത് സത്യയുഗത്തിൽ യുദ്ധമേ ഇല്ല അല്ലേ, അവിടെ ഇങ്ങനത്തെ ഒന്നും കാര്യമേ ഇല്ല. ഭക്തന്മാർ എത്ര കാലങ്ങളെക്കുറിച്ച് ആകപ്പാടെ ആശയക്കുഴത്തില്ല, കൂട്ടിക്കൊഴിച്ചിരിക്കുക. ഫിർ ബി കൃഷ്ണ കൃഷ്ണ യാദ് കർത്തേ രഹത്തെ. എന്നാൽ എല്ലാവരും ശ്രീകൃഷ്ണനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരേ രാമ അല്ലെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കും. ഏറ്റവും ബിലൗഡ്, മോസ്റ്റ് ബിലൗഡ് ശിവബാബയാണ്. കൃഷ്ണനും അതുപോലെ തന്നെയാണ് അല്ലേ, നല്ല നമ്പർ 1 സോളല്ലേ, ബാബ സമാനല്ലേ. പക്ഷെ ശിവബാബ നിരാകാരിയാണ്, കൃഷ്ണൻ സാകാരിയാണ്. നിരാകാരി അച്ഛൻ, നിരാകാരിയായ അച്ഛൻ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. രണ്ടുപേരും മോസ്റ്റ് ബിലൗഡാണ്. ശ്രീകൃഷ്ണൻ ബി വിശ്വകാ മാലിക് ഹേന. ശ്രീകൃഷ്ണൻ വിശ്വത്തിന് യജമാനനല്ലേ. ഇപ്പോൾ കുട്ടികൾ ജഡ്ജ് ചെയ്യൂ,
ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എന്ന്. ശിവബാബയാണ് ഇത്രത്തോളം യോഗ്യരാക്കുന്നത്. ശ്രീകൃഷ്ണൻ എന്താ ചെയ്യുന്നത്? ബാപ്പി തോ ഉൻകോ ഏസാ ബനാത്തെ ഹെ, ശിവബാബയല്ലേ അങ്ങനെ ആക്കിയത്. തോ ഗായൻ ബി ജാസ്തി ഉസ് ബാപ് കാ ഹോനാ ചാഹിയെ. അപ്പം ആ ബാബയാണ് കൂടുതലും പ്രശംസിക്കേണ്ടത്. ശങ്കർക്ക ഡാൻസ് ദിക്കാത്തെ, മഹാദേവൻ ഡാൻസ് കളിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ചിദംബരത്തിൽ ഡാൻസ് കളിക്കുന്ന മഹാദേവനാണ് പ്രതിഷ്ഠ. വാസ്തവത്തിൽ ഞാൻ ഡാൻസ് ഒന്നും കളിക്കുന്നില്ല, അതൊന്നും ശിവബാബ ഡാൻസ് കളിക്കും. ബാപ്പിനെ സംജായ ഹേ തും സബ് പാർവതിയാഹോ. ബാബ മനസ്സിലാക്കുന്ന കുട്ടികൾ നിങ്ങളൊക്കെ പാർവതിമാരാണ്. യേശു അമർനാഥ് തുംകോ കഥ സുനാരെ ഹേ. ശിവബാബ അമരനാഥൻ നിങ്ങൾക്ക് കഥ കേൾപ്പിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മുരളിയിൽ ബാബ പറഞ്ഞു, പണ്ട് 5000 വർഷം മുമ്പ് എന്നിട്ടാണ് ആ മുരളിയിൽ ബാബ പല പ്രാവശ്യം ആ വാക്ക് ഉപയോഗിച്ചായിരുന്നു. കഥ പറയാണ് എന്ന് പറഞ്ഞു. അത് വൈസ്ലെസ് വേൾഡാണ്. ഏതാ? സത്യയുഗം. വികാരത്തിൻ്റെ വിഷയമേ അവിടെ ഇല്ല. ബാബ വികാരികളുടെ ലോകമാണോ രചിക്കുക? അച്ഛൻ അങ്ങനത്തെ ലോകമാണോ രചിക്കുക? വികാരത്തിൽ ദുഃഖമാണ്. ആൾക്കാർ ഹഠയോഗമൊക്കെ ഒത്തിരി പഠിക്കാറുണ്ട്. ഗുഹകളിലൊക്കെ പോയിരുന്നിട്ട് വൃക്ഷാസനം, ശീർഷാസനം, പത്മാസനം അതൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. തീയിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാറുണ്ട്. ഹൃദയസിദ്ധിയൊക്കെ കാണിക്കാറുണ്ട്. ഇന്ദ്രജാലമൊക്കെ കാണിക്കാറുണ്ട്. ഇന്ദ്രജാലത്തിൽ കൂടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വായുന്ന് ആകാശത്ത് കൊണ്ടുവരാറുണ്ട്. ഈശ്വരനെയും ഇന്ദ്രജാലക്കാരെന്നാണ് പ്രശംസിച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ ചെയ്യുന്ന ഇന്ദ്രജാലം ഏതാണ്? ആകാശം വല്ല ഇങ്ങനെ കൊണ്ടുവരും, ഭസ്മവും മാലയൊക്കെ കൊണ്ടുവരാണോ ചെയ്യുന്നത്? ഭഗവാൻ കാണിക്കുന്ന ഇന്ദ്രജാലം കലിയുഗത്തെ സത്യുഗമാക്കുകയാണ്, നരകത്തെ സ്വർഗ്ഗമാക്കുകയാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്ന ഭഗവാൻ ഇന്ദ്രജാലമൊക്കെ കാണിച്ചു തന്നിട്ട് ഇതൊക്കെയാണ് ചെയ്യണത്. ഇന്ദ്രജാലക്കാരെന്ന് പറയും, രത്നം വ്യാപാരിയെന്ന് പറയാറുണ്ട്, ബിസിനസ്സുകാരനാന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചൈതന്യമായിരിക്കുമല്ലോ. ബാബ പറയാണ്, ഞാൻ ഇവിടെ വരുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഇന്ദ്രജാലക്കാരനാണ്. എന്ന് ഇന്ദ്രജാലം ചെയ്യുന്നത് മനുഷ്യനെ ദേവതയാക്കുകയാണ്, ബെഗറിൽ നിന്ന് പ്രിൻസ് ആക്കുകയാണ്. ഇപ്പം എല്ലാവരും യാചിക്കുകയാണ്, എന്നെ സ്നേഹിക്കൂ, എന്നെ ബഹുമാനിക്കൂ, എന്നെ പ്രശംസിക്കൂ, എന്നെ ഒന്ന് മനസ്സിലാക്കൂ, എനിക്ക് സുഖം തരൂ, എനിക്ക് ശാന്തി തരൂ എന്നൊക്കെ പറഞ്ഞ് യാചിക്കുകയാണ്. അങ്ങനത്തെ ദേവതകൾ അവിടെ കൊടുക്കുന്നവരാണ്. ആരുടെ അടുത്തും പ്രതീക്ഷിക്കുന്നില്ല. അവർ കൊടുക്കുക എന്നുള്ളത് അവരുടെ കൾച്ചറാണ്. അപ്പം ഭിക്ഷക്കാരനെ, യാചകനെ പ്രിൻസ് ആക്കുകയാണ്. ഇങ്ങനത്തെ ഇന്ദ്രജാലം എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെ, ഭഗവാൻ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഈ ഇന്ദ്രജാലം കാണിക്കാൻ പറ്റുമോ? अच्छा मीठे मीठे सिक्के लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇന്നത്തെ മുരളിയിലെ മധുരമായ ധാരണ പോയിന്റ്സ്, ധാരണ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്, फूलों की बगीचा में चलना है, इसलिए खुशबूदार फूल बनना है. ഇപ്പോൾ നമുക്ക് പൂന്തോട്ടത്തിലേക്കാണ് പോകേണ്ടത് അല്ലേ? സത്യമാണല്ലോ പൂന്തോട്ടം, അവിടേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് സുഗന്ധമുള്ള പുഷ്പമാകണം. ആത്മാവിൻ്റെ സുഗന്ധം, ഗുണങ്ങളും ശക്തികളും അതിപ്പോൾ ഉണ്ടാവണം. ആരെയും ദുഃഖിപ്പിക്കാൻ പാടില്ല, ആർക്കും ദുഃഖം കൊടുക്കരുത്. ഒരു പരലൗകിക അച്ഛനുമായി സർവസംബന്ധം യോജിപ്പിക്കണം. ഒരു പരലൗകിക അച്ഛനുമായി സർവസംബന്ധം യോജിപ്പിക്കണം. സെക്കൻഡ് പോയിന്റ്, ശിവബാബ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ ഒരു ബാബയെ മാത്രമാണ് ഓർമ്മിക്കേണ്ടത്. സുഖദാതാവായ ബാബയെ സദാ നിരന്തരം ഓർമ്മിക്കാൻ അറ്റൻഷൻ വയ്ക്കണം, സ്നേഹിക്കണം. വരദാനം, ആരുടെയും കുറ്റങ്ങളും കുറവുകളും കാണാതെ തൻ്റെ ഗുണങ്ങളും ശക്തികളും ആകുന്ന സഹയോഗം എല്ലാവർക്കും നൽകുന്ന മാസ്റ്റർ ദാത്താ ബാബ. അവർക്ക് എന്താണ് അവഗുണം, അതിന് തകുന്ന പോലുള്ള ശക്തി നമ്മുടെ അടുത്തുണ്ടാവും. ആ ശക്തി കൊടുത്ത് അവരുടെ അവഗുണം തന്നെ ഇല്ലാണ്ടാവും. അവരതിങ്ങോട്ട് തരും. ദേഷ്യക്കാരായിട്ടുള്ള ഒരാളെ നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാൽ അയാൾ ഇങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറിക്കോളൂ. അതുകൊണ്ട് നിങ്ങളത് കൊടുക്കുമ്പോൾ അവരുടെ ദൗർബല്യം തന്നെ ഇല്ലാണ്ടാവും. അങ്ങനത്തെവരാണ് മാസ്റ്റർ ദാത്ത, കൊടുക്കുന്നവർ. മാസ്റ്റർ ദാദ എന്ന് വെച്ചാൽ എന്താ? സർവ ആത്മാക്കളും എനിക്ക് സമാനം ശിവബാബയുടെ ആസ്തിക്ക് അവകാശികളായി തീരട്ടെ
എന്ന ഭാവനയുള്ളവരാണ്, എന്ന ആത്മീയ മംഗളഭാവനയുള്ളവരാണ് മാസ്റ്റർ ദാത്ത എന്നറിയപ്പെടുന്നത്. ആരുടെയും കുറ്റവും കുറവും കാണാതെ താൻ ധാരണ ചെയ്ത ഗുണങ്ങളും ശക്തികളും സഹകരണമായിട്ട് കൊടുക്കണം അവർക്ക്. ഇവരിങ്ങനെയാണ് എന്ന ഭാവന വെച്ച് പുലർത്താതെ ഇവരെങ്ങനെയാണ് എന്ന ഭാവന വെച്ച് പുലർത്താതെ ഇവരെയും ബാബ് സമാൻ ആക്കും എന്ന ശുഭഭാവന നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനോടൊപ്പം ശ്രേഷ്ഠ കാമന നിങ്ങൾക്കുണ്ടായിരിക്കണം. സർവ്വ ആത്മാക്കളും ദരിദ്രരായി നിർധനരായി ദുഃഖിതരും അശാന്തരുമാണ്. അതുകൊണ്ട് അവരെ സദാ ശാന്തിയും സുഖവും ആകുന്ന സമ്പത്ത് കൊണ്ട് സമ്പന്നരാക്കണം എന്ന് ശുഭഭാവനയുള്ളവരാണ് മാസ്റ്റർ ദാത്ത എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ മുരളിയിലെ സ്ലോഗനാണ് മനസ്സ വാച കർമ്മണ. സേവനം ചെയ്യുന്നവരാണ് നിരന്തരം സേവാധാരി. കർമ്മം കൊണ്ട് മാത്രമല്ല, മനസ്സ വാച കർമ്മണ. അപ്പോൾ എപ്പോഴും സേവ ചെയ്യാൻ പറ്റും. അങ്ങനെ നിരന്തര സേവാധാരി ആരാ? മനസ്സ വാച കർമ്മണ. 3 രീതിയിൽ സേവ ചെയ്യുന്നവർ. അവരുടെ ഓരോ ശ്വാസത്തിലും സേവനം ഉൾക്കൊണ്ടിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. ഈ മാസത്തെ അവ്യക്ത സൂചന എന്താണ്? ബന്ധനമുക്തരായി ജീവൻ മുക്തി അവസ്ഥ അനുഭവിക്കും. ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട പോയിൻ്റാണ്. ആദ്യം തൻ്റെ ദേഹത്തിൻ്റെ സംബന്ധം, പഴയ ലോകത്തിൻ്റെ സ്മൃതി എന്നിവയിൽ നിന്ന് മുക്തരാകൂ. ഈ മുക്തിയുടെ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുമ്പം നിങ്ങൾ മുക്തരാകും. പിന്നെയാണ് ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുക. ആദ്യം മുക്തരാകണം, പിന്നെ ജീവൻ മുക്തി അനുഭവിക്കണം. അതുകൊണ്ട് പരിശോധിക്കൂ. ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട്, കടമകളൊക്കെ നിർവഹിക്കണം. ദേഹത്തിലാണ്, ദേഹത്തിൻ്റെ സംബന്ധം, പഴയ ലോകം തുടങ്ങിയവയിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഒന്നിലും ആകർഷിക്കപ്പെടാൻ പാടില്ല. എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മുക്തമാണോ എന്ന് ആത്മപരിശോധന ചെയ്യൂ. അച്ഛാ, ഓം ശാന്തി. അല്ല, എത്ര മധുരമായ മുരളിയെന്ന്. ഭക്തിയിൽ നമ്മളെന്താ വിചാരിച്ചത്? ഈശ്വരനെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങളായിരുന്നു. ബാബ ഇന്ന് മുരളിയിൽ നമ്മുടെ അന്ധമായ കുറേ വിശ്വാസങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുകയാണ്. ഓം ശാന്തി. वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले, आठों ही प्रहर मेरे तेरे ध्यान में लग जाए, वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। उसने हमें अपनाया, उसने हमें अपनाया,
कोई पूछे कौन मिला, मुख कैसे बतलाए। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। चुप रहना चाहे हम, ये आंखें बोलती है। इनमें बसता है तो सब भेद ये खोलती है, सब भेद ये खोलती है। चेहरे की ये मुस्कान तेरा पता बता जाए। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। किसी और ने ना देखा, बस हम और तुम थे जब बदली जीवन रेखा, बदली जीवन रेखा। चमके क्यों ना भाग्य भला, भगवान जो चमकाए। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। आठों ही प्रहर मेरे तेरे ध्यान में लग जाए। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। वरदान लुटाने वाले, सद्ज्ञान सुनाने वाले। वरदान लुटाने वाले, सद्ज्ञान